പിൻപള്ളത്താളങ്ങര വനിതാ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച പ്രതികൾ അറസ്റ്റിൽ. ഇന്ന് രാവിലെ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. ആലപ്പുഴ സ്വദേശികളായ മനു 22 വയസ്സ്, അഗർ ഡാനിയൽ 28 വയസ്സ് എന്നിവരെയാണ് അറസ്റ്റിലായത്. ഞാറക്കൽ ഷഹീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മുംബൈയിൽ വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. ആറാം ജയ ഇവിടെ ആക്രമിക്കപ്പെട്ടത്. ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലുണ്ടായ സംഭവം എല്ലാവർക്കും അറിയാലോ. അത് വളരെ ബ്രൂട്ടലായിരുന്നു. പ്രതികളെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് അത് വളരെ സമർത്ഥമായി അന്വേഷിച്ചതിൻ്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ശ്രീ ഡോക്ടർ വൈഭവ് സക്സേന IPS അദ്ദേഹം നേതൃത്വം നൽകിയ ഒരു സ്ക്വാഡ് ഫോം ചെയ്യുകയും ആ സ്ക്വാഡിൻ്റെ ഭാഗമായി സുനിൽ തോമസ് അടക്കമുള്ള CI സുനിൽ തോമസ്, അതുപോലെ തന്നെ ബിജു, ശരത് ബാബു, സാഹിർ, സുരാബ്, അങ്ങനെയുള്ള ഒരു ടീമടക്കം ഒരു ടീമുണ്ടാക്കുകയും ആ ടീമിൻ്റെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായി ഇതിനൊരു തുമ്പുണ്ടാക്കുകയും പിന്നീട് ഇതിൽ പങ്കെടുത്ത 2 പ്രതികളെ മുംബൈയിൽ നിന്ന് നമ്മൾ കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തിനെ അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ 10-ാം തീയതിയാണ് ഉണ്ടായത്. 10-ാം തീയതി ഉണ്ടായത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫാമിലിപരമായിട്ട് കുറച്ച് വഴക്കുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴിയിൽ വണ്ടി പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ച് പിള്ളേരെ തല്ലിയെന്ന് പറഞ്ഞ് ചെറിയ പരാതി, അങ്ങനെ ഓരോ പരാതികളൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൈരാഗ്യമാണ് ഇതിലോട്ട് നയിച്ചത്. അതിൽ സജീഷ് എന്ന് പറയുന്ന ആൾ അവരുടെ ഈ ആക്രമിക്കപ്പെട്ട ജയയുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകളുടെ ഭർത്താവാണ്. പുള്ളി രണ്ടാം കെട്ട് കെട്ടി വന്ന ആളാണ്. പുള്ളി അവരുടെ പുള്ളി നേരത്തെ മുന്നേ കേസുള്ള ഒരാളാണ്. പല രീതിയിലുള്ള ഹത്യ കേസുകളും ഇങ്ങനെ ഉള്ള ഒരാളാണ്. അയാളാണ് ഈ സംഭവത്തിന് കാരണമായത്. പുള്ളിയാണ് ഈ ദേഹോദരം ഏൽപ്പിക്കാനായിട്ടുള്ള പുള്ളിയുടെ 2 സുഹൃത്തുക്കളെ ഏൽപ്പിക്കുകയും അവർ വന്നിട്ട് ഇതുപോലെ ആക്രമിക്കുകയും ചെയ്തത്. നമ്മുടെ സ്റ്റേഷനിലുള്ള പോലീസുകാരുടെയും ബഹുമാനപ്പെട്ട SP നിർദ്ദേശപ്രകാരം ഫോം ചെയ്ത ടീമിൻ്റെയും സഹായത്തോടു കൂടി നിരന്തരമായ ശ്രമത്തെ തുടർന്നാണ് 2 പേരെ, അജിനെയും മനുവിനെയും മുംബൈയിൽ നിന്നാണ് പിടിക്കാൻ സാധിച്ചത്. ഇനിയും പ്രതികളുണ്ട്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ പിടിച്ച് ആ സ്ത്രീക്ക് നീതി മേടിച്ചു കൊടുക്കുന്നതായിരിക്കും. ജയ ഐസിയിലായിരുന്നു. ഐസിയിൽ മാറ്റിയിടണമെന്ന് അറിഞ്ഞത്. എന്നാലും നട്ടല് ഭാഗത്ത് ഒടിഞ്ഞിട്ടുണ്ട്. അത് ചികിത്സ നടന്നു വരുന്ന മുറയ്ക്ക് നമുക്ക് എന്താണെന്നുള്ള പറയാൻ പറ്റില്ല. ന്യൂസുകൾ ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.